എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് ആഗസ്റ്റ് 12 ചൊവ്വാഴ്ച, അതായത് ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ഡേ ആയിരുന്നു. നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഗ്രീൻ ആകുമ്പോൾ ഒരു ദിവസം റെഡിലാണ് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നോക്കൂ, നിഫ്റ്റി 100 പോയിൻറ്റിനടുത്ത് നെഗറ്റീവിലാണ്. അതുപോലെ ബാങ്ക് നിഫ്റ്റി 467ഓളം പോയിൻറ്റ്, അതുപോലെ സെൻസെക്സ് 370ഓളം പോയിൻറ്റ് നെഗറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് പ്രധാനമായും ഫിനാൻഷ്യൽ, FMCG, റിയാലിറ്റി സ്റ്റോക്കുകളാണ് നെഗറ്റീവിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രധാന കാരണങ്ങളായിട്ട് ഉള്ളത്. അതുമാത്രമല്ല മറ്റും നിരവധി പ്രധാന ഘടകങ്ങളുണ്ട്. അതുപോലെ ബാങ്കിങ്, ഫിനാൻഷ്യൽ സ്റ്റോക്കുകൾ പ്രധാന തിരിച്ചടിയായി എന്ന് പറയാം. HDFC ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ വളരെയധികം താഴേക്ക് പോയി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സ്ട്രോങ് ഏണിങ്സ് മൂലമുണ്ടായ ഇന്നലത്തെ നേട്ടങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് ഫിനാൻഷ്യൽ സെക്ടറിൽ ഒരു സ്ട്രോങ് സെല്ലിംഗ് പ്രഷറാണ് അനുഭവപ്പെട്ടത്. ഇനി നിർണായകമായ ഡൊമസ്റ്റിക് US ഇൻഫ്ലേഷൻ ഡാറ്റയ്ക്ക് മുന്നിൽ ഇൻവെസ്റ്റേഴ്സ് ജാഗ്രത പാലിച്ചതും അതുമൂലം പ്രോഫിറ്റ് ബുക്ക് ചെയ്യലും ഇന്ന് നെഗറ്റീവിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ സെക്ടറൽ ബേസ് നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് സെൻറ്റിമെൻറ്റ്സ് ആണ്, മിക്സഡ് പെർഫോമൻസ് ആണ് സെഷനിലുടനീളം ഉണ്ടായത്. IT, ആട്ടോ സെക്ടറുകൾ ചില സപ്പോർട്ടുകൾ നൽകിയപ്പോൾ മാരുതി സുസുക്കി, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തുടങ്ങിയ ഓഹരികൾ നേട്ടമുണ്ടാക്കി. ഹെവി വെയ്റ്റ് ബാങ്കിങ് സെക്ടറുകളുടെ ഒരു വീക്ക്നെസ് ഈ നേട്ടങ്ങളെയൊക്കെ മറികടന്നു. അതായത് ബാങ്ക് നിഫ്റ്റി 0.84% ഇടിഞ്ഞ് ഇന്നലത്തെ 0.9% റാലിയുടെ ഒരു ഭാഗം തന്നെ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. ഇനി വരാനിരിക്കുന്ന എക്കണോമിക് ഡാറ്റ റിലീസുകളിൽ പ്രത്യേകിച്ച് ഇന്ത്യയുടെ ജൂലൈയിലെ CPI ഇൻഫ്ലേഷൻ ഡാറ്റയിലും US CPI ഡാറ്റയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം, അതായത് ജൂലൈയിൽ ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റ 8 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയായ 1.7% കുറഞ്ഞിരിക്കും. ഇത് RBIയുടെ ഭാവി പണനയ നിലപാടിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഈ ആഴ്ച അവസാനം നടക്കാനിരിക്കുന്ന US റഷ്യ നയതന്ത്ര ചർച്ചകളെ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വേൾഡ് റിസ്ക് സെൻറ്റിമെൻറ്റ്സിനെ സാരമായി ബാധിച്ചേക്കാം. ഇന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നോക്കുകയാണെങ്കിൽ മാരുതി സുസുക്കി, ടെക് മഹീന്ദ്ര, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവയാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. ബജാജ് ഫിനാൻസ്, ട്രെൻഡ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്നിവയാണ് പ്രധാനമായി നഷ്ടം നേരിട്ടതും. അതുപോലെ NSEയിൽ ലിസ്റ്റ് ചെയ്ത 50 സ്റ്റോക്കുകളിൽ ടെക് മഹീന്ദ്ര, മാരുതി സുസുക്കി, ഹീറോ മോട്ടോകോപ്പ് എന്നിവയാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. അതുപോലെ തന്നെ ബജാജ് ഫിനാൻസ്, ട്രെൻഡ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്നിവ ഏറ്റവും കൂടുതൽ നഷ്ടവും നേരിട്ടു. ബ്രോഡർ മാർക്കറ്റിൽ നിഫ്റ്റി മിഡ് ക്യാപ്പും നിഫ്റ്റി സ്മോൾ ക്യാപ്പും മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റി ഫാർമ ഇൻഡെക്സ് നേട്ടമുണ്ടാക്കിയെങ്കിലും അബോട്ട് ഇന്ത്യ, നാറ്റ്കോ ഫാർമ, Divi's ലാബ്സ്, അതുപോലെ മാർക്സ് ആൻഡ് ഫാർമ എന്നിവ ഉൾപ്പെടെ ചില ഫാർമ സ്റ്റോക്കുകൾ നഷ്ടം നേരിട്ടിട്ടുണ്ട്. മറ്റ് സ്റ്റോക്കുകളിൽ നിഫ്റ്റി ഫിനാൻഷ്യൽ 0.9% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് പ്രൈവറ്റ് ബാങ്ക്, റിയാലിറ്റി, FMCG എന്നിവയെല്ലാം ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറുവശത്ത് നിഫ്റ്റി മെറ്റലും ITയും 0.38% വീതം നേട്ടമുണ്ടാക്കി. നിഫ്റ്റി ആട്ടോ 0.56% നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നലെ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളൊന്ന് പരിശോധിക്കാം. ഇത് നിഫ്റ്റിയുടെ 15 മിനിറ്റ്സ് ചാർട്ടാണ്. നമ്മൾ ഇന്നലെ സപ്പോർട്ടായിട്ട് 24,400ഉം അതുപോലെ റെസിസ്റ്റൻസ് ആയിട്ട് 24,675. ഓക്കെ, ഈ രണ്ട് ലൈനുകൾക്കുള്ളിലാണ് ഇന്ന് ട്രേഡ് നടന്നിരിക്കുന്നത്. സ്ലൈറ്റ്ലി താഴത്തേക്ക് വരികയാണ്. പക്ഷേ തുടക്കത്തിലൊരു അപ്പ് മൂവ്മെൻറ്റ് വന്നെങ്കിലും പിന്നീട് ഒരു സൈഡ് വേയിലൂടെയാണ് താഴത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതായത് ഉച്ചയ്ക്ക് 2:30 മണിക്ക് ശേഷമാണ് ഒരു ഫർദറായിട്ട് താഴത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ട്രേഡർമാരെ സംബന്ധിച്ചിടത്തോളം 2:30 മണി വരെയെല്ലാം വെയിറ്റ് ചെയ്യുന്നത് വിരളമാണ്. ഓക്കെ, ഏതായിരുന്നാലും നിഫ്റ്റിയിൽ നമുക്കിന്ന് ലഭിച്ചിട്ടില്ല, എൻട്രി ലഭിച്ചിട്ടില്ല. നാളെ റെസിസ്റ്റൻസ് ലെവൽ മാത്രം മാറ്റുന്നുണ്ട് 24,640. ഓക്കെ, സപ്പോർട്ട് നമുക്ക് ഇത് തന്നെ വാച്ച് ചെയ്യാം 24,405. അടുത്തത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് സപ്പോർട്ടിന് താഴെ അല്പം വന്നിട്ടുണ്ട്. അതായത് അതും ഈ പറഞ്ഞ രൂപത്തിൽ ഈ ഒരു ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 2 മണിക്കുള്ള ക്യാൻഡിൽ 55,220 താഴെ ഇതാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എൻട്രി എടുക്കണമെങ്കിൽ തന്നെ 2:30 സാധാരണ എൻട്രി എടുക്കാനുള്ള സമയമല്ല അത്. ഇനി അഥവാ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ 120 പോയിൻറ്റിൻ്റെ റാലി നടന്നിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ആളുകളും 2:30 മണി ആയതുകൊണ്ട് എൻട്രിക്ക് പോയിട്ടുണ്ടാവില്ല. ഓക്കെ, നമുക്ക് നാളേക്ക് വാച്ച് ചെയ്യാനായിട്ട് 54,900
സപ്പോർട്ടായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ, അതുപോലെ റെസിസ്റ്റൻസ് നമുക്ക് ഈ ഒരു സോൺ തന്നെ വാച്ച് ചെയ്യാം നാളെ. ഇതിന് മുകളിൽ തന്നെ എൻട്രി എടുത്ത് പോകാൻ കഴിയും. 55,310. ഓക്കെ, 55,310. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ വാച്ച് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് സെൻസെക്സ് ആണ്. സെൻസെക്സിൽ നമുക്ക് ഇന്നൊരു എൻട്രി ലഭിച്ചിട്ടുള്ളത്. നോക്കൂ, വളരെ ഒരു നാരോ റേഞ്ചിലാണ് ഇന്ന് ട്രേഡിംഗ് നടന്നത് തന്നെ. അപ്പോൾ നമുക്ക് ഇതിൽ ഇന്ന് എൻട്രി ലഭിച്ചിട്ടില്ല. നാളേക്ക് സപ്പോർട്ടായിട്ട് നമുക്ക് ഈ ഒരു ലൈന് തന്നെ മതി. 80,010 റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് അല്പം ഈ ഒരു സോണിൽ കൊണ്ടുവന്ന് വയ്ക്കാം. ഓക്കെ, 80,770. അപ്പോൾ സെൻസെക്സിൽ ഈ രണ്ട് ലൈനുകൾ, അതായത് 80,010ഉം 80,770 സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ഈ 3 ഇൻഡെക്സുകളും ആഡ് ചെയ്ത് നാളെ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ എല്ലാ ദിവസവും പറയുന്ന പോലെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രമാണ്, ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.